A rubber cord of density D, Young's modulus Y and length L is suspended vertically. If the cord extended by a length 0.5 L under its own weight, then L is. നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. യങ്സ് മോഡുലസിന്റെ ജനറൽ ഇക്വേഷൻ എനിക്കറിയാം. Y is equal to FL divided by A delta L. നമുക്കറിയാവുന്ന ഇക്വേഷൻ. ഇവിടുന്ന് ഡെൽറ്റ L is equal to എന്ത് എഴുതാം? F into L divided by AY. ഇവിടെ ഒരു മാസ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ കേസിൽ L എന്ന് പറഞ്ഞാൽ എത്രയാ? L/2 ആണ്. സോ ഡെൽറ്റ L which is equal to F into L divided by F into L/L/2 divided by AY. ഓക്കെ അല്ലേ? സോ ഇവിടെ നിന്ന് ആ L/2 1/2 നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുത്താൽ 1/2 into FL divided by AY എന്ന് എനിക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സോ അവിടുന്ന് Y is equal to നമുക്ക് എന്താ എഴുതാം? Y is equal to നമുക്ക് എന്താ എഴുതാം? 1/2 into FL divided by A delta L. ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്കറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഡെൽറ്റ L 0.5 ആണ്. F എന്ന് പറഞ്ഞാൽ അവന്റെ വെയിറ്റ് ആണ്, അത് mg ആണ്. സോ Y equal to 1/2 into F എന്ന് പറഞ്ഞാൽ mg ആണ്, ലെങ്ത് L ആണ്, ഡിവൈഡഡ് ബൈ A into ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ 0.5 L ആണ് അല്ലേ? 0.5 L ആണ്. യെസ്. സോ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ mg ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. യെസ്. ഇനി നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് അല്ലേ? മാസ് ബൈ വോളിയം ആണ്. ഇനി മാസ് ബൈ വോളിയത്തിന് പകരം നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് കൊടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അവിടെ നിന്ന് മാസ് ഈസ് ഈക്വൽ ടു A into L into ഡെൻസിറ്റി എന്ന് കിട്ടും. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഞാൻ യങ്സ് മോഡുലസിന് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. യങ്സ് മോഡുലസ് Y ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ വന്നേ. Y ഈസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടി. ഇനി എമ്മിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്താ എഴുതാം? എമ്മിന് പകരം ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാം. സോ എനിക്ക് ഇവിടുന്ന് A ക്യാൻസൽ ചെയ്താൽ സോ Y ഈസ് ഈക്വൽ ടു L ഇൻറ്റു D ഇൻറ്റു G എന്ന് കിട്ടി. നമ്മളോട് കാണാൻ ചോദിച്ചാൽ എന്താ? ദെൻ L ഈസ് ദെയർഫോർ L ഈക്വൽ ടു Y ഡിവൈഡഡ് ബൈ D ഇൻറ്റു G. Y ഡിവൈഡഡ് ബൈ D ഇൻറ്റു G. ഓപ്ഷൻ ബി പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് ദ സ്പീഡ് v ഓഫ് എ പ്രൊജക്ടൈൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം t. നമുക്കറിയാം ഒരു പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്താൽ ഞാൻ കൺസിഡർ ചെയ്തു. നിങ്ങൾ നോക്കിയാൽ ഇനിഷ്യലി നമ്മൾ ഇവിടുന്ന് ഒരു വെലോസിറ്റിയിൽ എറിയുന്നു. നമുക്കറിയാം ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ഇത് മൂവ് ചെയ്ത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവുന്നു. ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് Vx മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. അത് ഇനിഷ്യൽ വെലോസിറ്റിയുടെ കമ്പോണന്റ് ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് ഈക്വലന്റ് ആയിരിക്കും. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയിട്ട് മാറും. Which means that as time increases, velocity decreases. അല്ലേ? So in a projectile, as time increases, v decreases. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ഏതെടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും ഓപ്ഷൻ ബി എ ഉള്ളൂ അല്ലെ? ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയണം. അത് നമുക്ക് ഓപ്ഷൻ ബി ആണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് ബി സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അടുത്ത് നോക്കാം. എന്താ? എ ബോഡി പി floats in water with half its volume immersed and another body Q floats in a liquid of density 3/4 of the density of the water with the 2/3 of the volume is immersed. Then the ratio of density P to that of Q is. Okay, അത് നമുക്ക് ചെയ്യാവുന്നല്ലോ, പ്രശ്നമൊന്നുമില്ല. ആദ്യം നമുക്ക് ബോഡി പി കൺസിഡർ ചെയ്യാം. ബോഡി പി കൺസിഡർ ചെയ്താൽ അതിന്റെ വോളിയത്തിനെ ഞാൻ വി പി എന്ന് എടുക്കുന്നു. അതുപോലെ ബോഡി ക്യൂ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ വോളിയത്തിനെ ഞാൻ വി ക്യൂ എന്ന് വിളിക്കും. Vp വോളിയം ഓഫ് ബോഡി പി. അങ്ങനെയാണെങ്കിൽ ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ആണ്.
അല്ലേ? അതുപോലെ ക്യൂവിന്റെ കേസിൽ ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുന്നത് 3/4 അല്ലേ? അനദർ ബോഡി ക്യൂ ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ് 3/4 ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ആൻഡ് 2/3 3/4 അല്ല 2/3 ആണ്. അപ്പൊ 2/3 ഓഫ് വോളിയം ഓഫ് ക്യൂ ആണ്. ഓക്കെ. അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, എന്താ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? വെയിറ്റ് ഓഫ് ബോഡി വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ? ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. സോ നമുക്കറിയാം ഇക്വേഷൻ എഴുതാം. വെയിറ്റ് ഓഫ് ബോഡി, സോ വി റോ ജി അല്ലേ? വി ഓഫ് പി ഇൻറ്റു റോ ഓഫ് പി ഇൻറ്റു ജി വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എത്ര വരും? 1/2 ഓഫ് അല്ലേ? വി ഓഫ് പി ഇൻറ്റു റോ ഓഫ് എന്താ? വാട്ടർ ഇൻറ്റു ജി. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. സോ ഇവിടെ നമുക്ക് ഒരു റിലേഷൻ കിട്ടും, റോ പി ബൈ റോ ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സിമിലർലി ബോഡി ക്യൂവിലേക്ക് നമുക്ക് പോയാൽ നമുക്ക് എന്ത് എഴുതാം? വി ഓഫ് ക്യൂ ഇൻറ്റു റോ ഓഫ് ക്യൂ ഇൻറ്റു ജി വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 2/3 ഓഫ് വി ക്യൂ ഇൻറ്റു 3/4 ഓഫ് റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റോ ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് വാട്ടർ, അവരുടെ റേഷ്യോ നമുക്ക് 1/2 എന്ന് കിട്ടും. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻ എന്താ? സെയിം ആ. നിങ്ങൾ ഇവരുടെ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തോ, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തോ. നമുക്ക് 1/2 ചെയ്താൽ റോ ഓഫ് ഡബ്ല്യു ക്യാൻസൽ ആയി പോയി, 1/2 പോയി. സോ റോ പി ബൈ റോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 1:1 എന്ന് കിട്ടും, അല്ലെങ്കിൽ 1/1 എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി പിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകും. എന്താ ചോദിച്ചിരിക്കുന്നത്? A pipe of 1 meter length is closed at one end. Taking the speed of sound in air as 320 meter per second. The air column in pipe cannot resonate for the frequency in hertz. Okay. നമുക്ക് നോക്കാം. യെസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ലെങ്ത് ഓഫ് ദി പൈപ്പ് തന്നിട്ടുണ്ട്, എത്രയാ? 1 മീറ്റർ ആണ്. അതുപോലെ ഇവിടുത്തെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാ? 320 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ക്വസ്റ്റ്യനകത്ത് അവരൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്, എന്താ? ഈ പൈപ്പിന്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്. നമുക്കറിയാം ഫോർ ആൻ ഓർഗൻ പൈപ്പ് ഹൂസ് വൺ എൻഡ് ഈസ് ക്ലോസ്ഡ്, അതിന്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണെങ്കിൽ ഓൺലി ഓഡ് ഹാർമോണിക്സ് അല്ലെ? ഓഡ് ഹാർമോണിക്സ് കണ്ടെയ്നിങ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. നമുക്കത് അറിയാവുന്ന കാര്യം, നമ്മൾ അങ്ങനെ ഒരു ഇത് തിയറി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, അവിടുത്തെ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ എന്താ ഞാൻ പറയാണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി of closed pipe ഞാൻ n1 which is equal to എന്താ? V/4L. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കുക, ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്, ഓരോ നോഡും എഴുതി നോക്കാം. ഇതിന്റെ സെക്കൻഡ് നോഡിനെ ഞാൻ n2 എന്ന് വിളിക്കുന്നു അല്ലേ? സെക്കൻഡ് മോഡിനെ ഞാൻ n2 എന്ന് വിളിക്കുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3n1 ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് മോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n3 എന്ന് വിളിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 5n1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് നോഡ് ഞാൻ n4 എന്ന് വിളിക്കുന്നു, അത് 7n1 ആണ്. അതുപോലെ ഫിഫ്ത്ത് നോഡിനെ ഞാൻ n5 എന്ന് വിളിക്കുന്നു, അത് 9n1 ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. സോ നമുക്ക് ഇവിടുന്ന് വാല്യൂസ് കണ്ടുപിടിക്കാം. മക്കളുടെ n1 എന്ന് പറഞ്ഞാൽ എത്ര വരും? n1 v 320 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു L 1 ആണ്. സോ 4 എന്ന് കിട്ടി, എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 80 ഹെർട്സ്. ഇനി നിങ്ങൾ n2 ചെയ്ത്, n2 3 ടൈംസ് n1 ആണ്, 3 ഇൻറ്റു n1 എത്രയാണ്? 80 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 240 എന്ന് വരും. ഇതുപോലെ n3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5n1 ആണ്. സോ 5 ഇൻറ്റു n1 എത്ര? 80 ആണ്, 400 എന്ന് വരും. ഇതുപോലെ n4 7n1 ആണ്, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, 560. സിമിലർലി n5 എന്ന് പറഞ്ഞാൽ 720 ഹെർട്സ് എന്ന് വരും. ഇതിൽ നമുക്കറിയാം, നമുക്ക് ഈ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടുത്തെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഏത് ഓപ്ഷനാ? വിച്ച് ഈസ് 160. ബാക്കി എല്ലാവരും ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട് ഓപ്ഷൻസുകൾ. നമുക്ക് നോക്കിയാൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും 160 ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ല. സോ സിംപ്ലി ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. കനോട്ട് റെസൊണന്റ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ
ബി പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കും. യെസ്, അങ്ങനെയാണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ വേവ് പൾസ് in a string is described by the equation y1 and y1 തന്നിട്ടുണ്ട്, and another wave pulse in the same string is described y2 തന്നിട്ടുണ്ട്. The value of y1 and y2 and x in meters and t in second. Which of the following statement is correct? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് y1 തന്നിട്ടുണ്ട്. y1 നമുക്കൊരു കാര്യം പറയാം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് y1 ട്രാവൽ അലോങ് -x ഡിറക്ഷൻ ആൻഡ് y2 ട്രാവൽ അലോങ് +x ഡിറക്ഷൻ. അതായത് ഡിറക്ഷന്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അറ്റ് x is equal to 1 എന്ന് ഞാൻ അസ്യൂം ചെയ്യും. നമുക്ക് y1 എത്ര വരും? അപ്പോൾ നിങ്ങൾ y1 എന്ന് എഴുതിക്കേ, 5 ഡിവൈഡഡ് ബൈ 3 - 4t ദി ഹോൾ സ്ക്വയർ +2 എന്ന് വരും. സിമിലർലി y2 പറഞ്ഞാ മക്കളെ, -5 ഡിവൈഡഡ് ബൈ, നിങ്ങൾ 1 എന്ന് കൊടുത്തേ എക്സിന്, അപ്പോൾ എത്ര വരും? 3 + 4t - 6d ഹോൾ സ്ക്വയർ +2 എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -5 ഡിവൈഡഡ് ബൈ 3 - 6 ആണ്. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 3 - 4t അല്ലേ? 3 - 4t ആണ്, സോറി 4t - 3 അല്ലേ? 4t - 3 അല്ല, 3 - 4t ദി ഹോൾ സ്ക്വയർ +2 എന്ന് എഴുതാം അല്ലേ? സോ നമുക്ക് y1 കിട്ടി, നമുക്ക് y2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാട്ട് ഈസ് y ഈസ് ഈക്വൽ ടു y1 + y2 റിസൾട്ടന്റ് വേവിന്റെ പൾസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് y1 ട്രാവൽ അലോങ് പോസിറ്റീവ് x ഡയറക്ഷൻ ആൻഡ് y2 ട്രാവൽ അലോങ് നെഗറ്റീവ് x ഡയറക്ഷൻ. അങ്ങനെ ഡിഫറൻറ്റ് y1 y2ന്റെ പോസിറ്റീവ് നെഗറ്റീവ് x ഡയറക്ഷൻസ് ഒക്കെ പലതും തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ഡിയിലേക്ക് ഒന്ന് നോക്കിയേ. അറ്റ് x is equal to 1 meter, y1 and y2 always cancel. ഇത് നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. കാര്യം എന്താ? ഇത് അതിന്റെ പോസിറ്റീവ് ക്വാണ്ടിറ്റിയും ഇത് അതിന്റെ സെയിം വാല്യൂന്റെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ അവര് ക്യാൻസൽ ആയി പോകും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. The maximum transverse velocity and maximum transverse acceleration of a harmonic wave in a one-dimensional string are 1 meter per second and 1 meter per second square respectively. The phase velocity if the wave is 1 meter per second, the waveform is, നമുക്ക് വേവ് ഫോമിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാവുന്ന വേവ് ഇക്വേഷൻ y ഈക്വൽ ടു a0 ഇൻറ്റു സൈൻ ഓഫ് kx മൈനസ് ഒമേഗ ടി. ജനറൽ ഇക്വേഷൻ ഞാൻ എഴുതി. ഇവിടെ k എന്ന് പറഞ്ഞാൽ ആരാ? ആംഗുലാർ വേവ് നമ്പർ. അത് എത്രയാ? k ഈക്വൽ ടു ആംഗുലാർ വേവ് നമ്പർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2π/λ. നമുക്കറിയാം. വേർ a0 is the amplitude. നമുക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് പോകാം. v max, മാക്സിമം വെലോസിറ്റി എത്ര മക്കളെ? മാക്സിമം വെലോസിറ്റി a ഒമേഗ ആണ്. അതുപോലെ a max, ആക്സലറേഷൻ മാക്സ് എത്രയാ? a ഒമേഗ സ്ക്വയർ ആണ്. ഇനി ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. the maximum transverse velocity and maximum acceleration അത് സെയിം ആണ് അല്ലേ? സെയിം ആണ്. അപ്പൊ എനിക്ക് എഴുതാം v max ഈക്വൽ ടു a max എന്ന് പറയാം, ആണോ? സോ v max എത്ര? a max എത്രയാ? a ഒമേഗ സ്ക്വയർ. സോ ഇവിടുന്ന് a ഒമേഗ ക്യാൻസൽ ചെയ്താൽ എനിക്ക് ഒമേഗ 1 എന്ന് കിട്ടി അല്ലേ? കാരണം നമുക്ക് v maxും മറ്റ് a maxന്റെ മാഗ്നിറ്റ്യൂഡുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലായത്. സോ അവിടുന്ന് എനിക്ക് ഒമേഗയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി നമുക്ക് the phase velocity of the wave is 1 meter per second. ഓക്കെ, നമുക്ക് k തന്നിട്ടുണ്ട്. k യുടെ വാല്യൂ പറയാം, എത്രയാ? 1 ആണ്. അത് ഗിവൺ ആണ്. ഇത് ഗിവൺ ആണ്. സോ നമ്മളോട് ചോദിച്ചത് എന്തിന്റെ ഇക്വേഷനാ? വേവിന്റെ ഇക്വേഷൻ അല്ലേ? സോ y ഈക്വൽ ടു a0, the phase velocity a0 into sin k 1 ആയിട്ട് മാറി. അപ്പൊ സൈൻ ഓഫ് x മൈനസ് ടി എന്ന് കിട്ടും. സൈൻ ഓഫ് x മൈനസ് ടി എന്ന് കിട്ടും. എന്താ കാര്യം? ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ 1 എന്ന് കിട്ടി, അതുപോലെ ഒമേഗയുടെ വാല്യൂ 1 എന്ന് കിട്ടി. സോ സിംപ്ലി നമുക്ക് y ഇസിക്കൽ എന്ത് കിട്ടും? സൈൻ x മൈനസ് ടി എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ, സൈൻ ഓഫ് x മൈനസ് ടി എന്ന്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. 2 particles A and B of same mass having their de Broglie wavelength in the ratio k:1 ആണ് തന്നു. പൊട്ടൻഷ്യൽ എനർജി 1:k². The ratio of their energy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ratio of their energy. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകാം. നമുക്കറിയാം, ശ്രദ്ധിച്ചിരിക്കുക, XA by XB
അതെത്ര തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് k:1, k/1 അല്ലേ? അതുപോലെ എനർജിയുടെ റേഷ്യോ UA/UB വിച്ച് ഈസ് ഈക്വൽ ടു 1/k². അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു, ഞാൻ ഇവർക്കൊക്കെ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു റിലേഷൻ എഴുതാൻ പോവാണ്. UA എന്ന് പറയുന്നത് y ആണെങ്കിൽ നിങ്ങൾക്ക് UB എന്ന് പറഞ്ഞാൽ k²y എന്ന് എഴുതാം അല്ലേ? ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇതുപോലെ തന്നെ നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന് ഒരു റിലേഷൻ എഴുതാം. നിങ്ങൾക്ക് എന്താ XA എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. സോറി, നമുക്ക് ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷനിൽ നമുക്ക് നിർത്താം. പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ ഞാൻ UA നെ y എന്ന് വിളിച്ചു, UB k²y എന്ന് എടുക്കാം. ഈ റിലേഷൻ എഴുതാൻ പറ്റും. ഇനി നമുക്കറിയാവുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു എന്താ? h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്നാണ്. പക്ഷെ ഇവിടെ ഓൾറെഡി k എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഞാൻ കൈനറ്റിക് എനർജി k1 എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ സെക്കൻഡ് വണ്ണിന്റെയും കൈനറ്റിക് എനർജി k1, ഇത് നമുക്ക് k1 എന്ന് പറയുന്നത് എന്താ? ഇവിടെ എയും ബിയും രണ്ട് പാർട്ടിക്കിൾ ഉണ്ടല്ലോ. അപ്പൊ 1ന്റെയും 2ന്റെയും സെപ്പറേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എഴുതി അത് റേഷ്യോ എടുക്കാം. ഫസ്റ്റ് വണ്ണിന്റെ റേഷ്യോ h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി k1 ആണ്, എയുടേതായതുകൊണ്ട് k1 എന്ന് എടുക്കും. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ സെക്കൻഡ് വൺ h/√2 ഇൻറ്റു m ഇൻറ്റു k1 ഓഫ് സെക്കൻഡ് ബി ആയതുകൊണ്ട് ഞാൻ k1b എന്ന് എടുത്തു. സോ വിച്ച് ഈസ് ഈക്വൽ, അവരുടെ റേഷ്യോ നമുക്കറിയാം എത്രയാണ്? അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ k/1 ആണ് അല്ലേ? k/1 ആണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് ലാംഡയുടെ ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ലാംഡയുടെ ഇക്വേഷൻ ആണ്. അതിന്റെ റേഷ്യോ എന്താ? k/1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് k/1 എന്ന് ഇവരുടെ റിലേഷൻ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു k/1 ആണോ? വിച്ച് ഇംപ്ലൈസ് ഈ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു റൂട്ട് ഓഫ് k ഓഫ് 1b, അതായത് കൈനറ്റിക് എനർജിയാണ്. k1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. ടു ദി k1 ഓഫ് a വിച്ച് ഈസ് ഈക്വൽ ടു k/1 എന്ന് കിട്ടി. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ k1b ഡിവൈഡഡ് ബൈ k1a ഈക്വൽ ടു k² എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് ഞാനൊരു റിലേഷൻ എഴുതാൻ പോവാണ്. സോ k1b എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് k²x എന്ന് വിളിച്ചുകൂടി. k²x എന്തിനാ ഞാൻ x എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ ദേ ഈ k1a നെ ഞാനിപ്പോൾ x എന്ന് വിളിക്കുക. കൈനറ്റിക് എനർജിയുടെ റിലേഷൻ, പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷനെ y-യുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ x-ആയിട്ട് റിലേറ്റ് ചെയ്തു. സോ k1a നെ നമ്മളിവിടെ x എന്ന് വിളിച്ചു. Therefore നമുക്ക് ചോദിച്ച ടോട്ടൽ എനർജി ആണ്. ടോട്ടൽ എനർജി which is equal to E, that is equal to k1 plus u എന്ന് എഴുതാം. ഓക്കെ അല്ലേ? k1 plus u എന്ന് എഴുതാം. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കുക, k1 plus u എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് എ എന്ത് എഴുതാം? എനർജി ഓഫ് എ എന്ന് പറഞ്ഞാൽ k1 ഓഫ് എ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ആണ്. സിമിലർലി എനർജി ഓഫ് ബി, ടോട്ടൽ എനർജി ആണ് ബി, k1b പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി എന്ന് എഴുതാം. നിങ്ങൾ ഇവരുടെ റേഷ്യോ എടുത്തോ, പൊട്ടൻഷ്യൽ എനർജി, സോ ടോട്ടൽ എനർജി ഓഫ് എ ടു ദി ടോട്ടൽ എനർജി ഓഫ് ബി. അപ്പൊ എന്ത് വരും? k1 ഓഫ് എ പ്ലസ് യു എ ഡിവൈഡഡ് ബൈ k1 ഓഫ് ബി പ്ലസ് യു ബി എന്ന് എഴുതാം. k1 ഓഫ് എ അത് x ആണ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ അത് y ആയിരുന്നു. നമ്മൾ റിലേഷൻ ഓൾറെഡി എഴുതിയതാ. ഇതിൽ എക്സും y ഒക്കെ ജസ്റ്റ് റിലേറ്റ് ചെയ്തേ ഉള്ളൂ, കാരണം അതെന്തായാലും അവന്മാര് കട്ടായി പോകും. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി അത് k²x ആയിരുന്നു. കൈനറ്റിക് എനർജി ഓഫ് ബി k²x ആയിരുന്നു. കൈനറ്റിക് എനർജി ഓഫ് ബി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി അത് k²y ആയിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ x പ്ലസ് y എന്ന് പറഞ്ഞ ടേം നമുക്ക് കട്ടായി പോകും. സോ ഇവിടുന്ന് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി എന്ന് പറയുന്നത് 1/k² എന്ന് കിട്ടും. സോ ഇവിടുന്ന് എഴുതാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഈസ് ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി എന്ന് പറയുന്നത് 1:k² നമുക്ക് എഴുതാൻ പറ്റും. 1:k². ഓപ്ഷൻ ബി സുഖമായിട്ട് പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 22. ശ്രദ്ധിച്ചിരിക്കണം. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് x ആക്സിസ് സച്ച് ദാറ്റ് ആക്സലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ്. ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റിനോട് പ്രപ്പോർഷണൽ ആണ്. ആൻഡ് ദേ ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. ദ ഡിസ്പ്ലേസ്മെന്റ് x ഓഫ് t ഈസ് ഗിവൺ ബൈ. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത് ആക്ച്വലി ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റും പ്രപ്പോർഷണൽ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ പറയാം,
given acceleration proportional to x of t, function of t. Function of t എഴുതിയത് കാര്യം ഇവിടെ in terms of t, function of t യിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ദ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ, ഇവിടെ കുറെ റിലേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ റിലേഷനെ നമ്മൾ എടുക്കുക. ഫസ്റ്റ് റിലേഷൻ നിങ്ങൾ നോക്കി, അപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്കിക്കേ, particle moving in x-axis such that acceleration proportional to displacement from the equilibrium position and they are in the same direction എന്ന് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എക്സ് ഓഫ് ടി, ഫസ്റ്റ് ഓപ്ഷനിലേക്ക് ഞാൻ പോവാണ്. എക്സ് ഓഫ് ടി എത്രയാ തന്നിരിക്കുന്നത്? സൈൻ ഒമേഗ ടി ആണ്. അതുപോലെ അവർ പറയുന്നുണ്ട് ഒമേഗ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വെലോസിറ്റി കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? വെലോസിറ്റി യു ഓഫ് ടി എന്ന് എടുത്തോളൂ. വെലോസിറ്റി അതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ബൈ ഡി ടി എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടി. മുകളിലുള്ളവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു ഒമേഗ വരും. സൈൻ ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി എന്ന് കിട്ടും, അല്ലേ? കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ആൻഡ് ആക്സലറേഷൻ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി യു ഓഫ് ടി ചെയ്താൽ പോരെ. ഇവനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഓഫ് ടി എന്ന് കിട്ടും, അല്ലേ? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ എന്തൊക്കെ കണ്ടുപിടിച്ചു? വെലോസിറ്റി കണ്ടുപിടിച്ചു, ആക്സലറേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? പക്ഷെ ആ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ ഓരോ കേസിലും നിങ്ങൾ ഈ ഓരോ കേസിലും ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കുക. അപ്പൊ ഇത് ഓരോ ഓപ്ഷനും നമ്മൾ അങ്ങനെ ചെയ്യണം. എല്ലാ ഓപ്ഷനോടെ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഈ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ സി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ആക്സിലറേഷൻ എക്സ് ഓഫ് ടി, ആദ്യം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തന്നേക്കുന്നത് എന്താ? എക്സ് ഓഫ് ടി എത്രയാണ് തന്നിരിക്കുന്നത്? A particle x-axis is the acceleration proportional displacement. Okay, equation of position, they are in the same direction. Yes, displacement x of t is given by, ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? നോക്കേ, x of t നമുക്ക് എത്രയാ? e raised to omega t ആണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനകത്ത് അവരൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്താ? the displacement, the acceleration proportional to displacement from the equilibrium and they are in the same direction. ഡയറക്ഷനോട് സെയിം ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇതൊരു എക്സ് ഓഫ് ടി ആണ്, ഇത് അടുത്തൊരു 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 എക്സ് ഓഫ് ടി ആണ്. അതായത് എക്സ് ആണെന്ന് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷനുകളെല്ലാം ഡിസ്പ്ലേസ്മെന്റ്. അത് വെച്ചിട്ട് നിങ്ങൾ വെലോസിറ്റിയും ആക്സലറേഷനും, അതായത് വെലോസിറ്റിയിൽ നിന്നും ആക്സലറേഷനിലേക്ക് എത്തി, എന്നിട്ട് അവരുടെ ഡയറക്ഷൻ സെയിം ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓപ്ഷൻ സിയിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ സി, കാരണം അതാണ് ആൻസർ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അതിലേക്ക് പോകണം. ഓരോന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എക്സാം ഹോളിൽ നമ്മൾ എല്ലാം ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ ഓപ്ഷൻ സി ആൻസർ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡയറക്റ്റ് പോകുന്നു. നമുക്ക് ഇവിടുന്ന് എക്സ് ഓഫ് ടി കിട്ടിയില്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ആദ്യം എഴുതാം. യു ഓഫ് ടി അല്ലെങ്കിൽ വി ഓഫ് ടി എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡി ടി. ഇ റൈസ് ടു എക്സ് നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്, പക്ഷെ ഒരു ഒമേഗ ടി കൂടെ ഉണ്ട്. സോ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു ഒമേഗ ടി എന്ന് കിട്ടി. സിമിലർലി ആക്സിലറേഷൻ ഓഫ് ടി എന്ത് എഴുതാം? അത് വെലോസിറ്റിയുടെ ഡിഫറൻഷ്യൽ ആണ്, ഡി യു ബൈ ഡി ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു ഒമേഗ ടി എന്ന് വരും, അല്ലേ? ഇ റൈസ് ടു ഒമേഗ ടി എന്ന് വരും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഇ റൈസ് ടു ഒമേഗ ടി ആരാ? എക്സ് ആണ്. അപ്പം ആക്സലറേഷൻ കിട്ടി ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടി. അതായത് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടി. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളത് ആരാ? ഓപ്ഷൻ സി ആണ്. ബാക്കി നിങ്ങൾ ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. എല്ലാം കൂടി ഇരുന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത്, കാരണം നിങ്ങൾ കീമിന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച കുട്ടികൾ, മാത്സ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ, നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആക്സലറേറ്റ് ചെയ്ത് ഇത് സെയിം ആണ് ഇത് സെയിം അല്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഒരെണ്ണം ഞാൻ എ ഓപ്ഷനിൽ കൂടെ എക്സാമ്പിൾ കാണിച്ചു, അത് നമുക്ക് റൈറ്റ് ആൻസർ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിച്ചു. അത് കഴിഞ്ഞ് സി എന്ന് പറയുന്നതാണ് പ്രോപ്പർ ആൻസർ. സോ അത് ഡയറക്റ്റ് ഞാൻ സി ഓപ്ഷനിലേക്ക് പോയി അത് ചെയ്ത് കാണിച്ചു. നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇവർ പ്രൊപ്പോർഷണലാണ്. ബാക്കി ഓപ്ഷൻ ഏത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാലും നമുക്ക് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കിട്ടുന്നില്ല. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സെറ്റ്. Question number 23 ലേക്ക് പോവാം. A block of mass 1 kg is free to move along x-axis.
It is at rest and form from time t equal to 0 onwards. It is suspended to a time dependent force f of t in the x direction. The force f of t varies with the time t as shown in figure. The kinetic energy of the block. Okay. നമുക്ക് എഫും ടിയും തന്നിട്ടുണ്ട്. ഒരു ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ലോസ് ഓഫ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. ഒരു ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ നമുക്ക് മൊമെന്റം കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് എഴുതാം ടോട്ടൽ മൊമെന്റം ഓഫ് ദ ബ്ലോക്ക്. ഞാൻ ആദ്യം ടോട്ടൽ മൊമെന്റം കാണാൻ പോവുകയാണ്. ടോട്ടൽ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? ഏരിയ ഓഫ് ഗ്രാഫ് എന്ന് പറയാം അല്ലേ? സോ ഈ ഫസ്റ്റ് ഏരിയ A1 ആണ്, സെക്കൻഡ് ഏരിയ A2 ആണ്, തേർഡ് ഏരിയ A3 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3. സോ A1 ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് 1 ആണ്, ഹൈറ്റ് 2 ആണ് അല്ലേ? അടുത്തത് ഗ്രാഫ് താഴേക്കാണ്, അപ്പോൾ അത് നെഗറ്റീവായി മൈനസ് എന്താ ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് 2 ആണ്, ഹൈറ്റ് 2 ആണ്, കാരണം അത് -2 ആണ് അല്ലേ? അടുത്തത് പ്ലസ് ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് 1 ആണ്, അടുത്ത ആൾ 2 ആണ്. യെസ്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്കറിയാതെ ഇവനും ഇവനൂടെ ആഡ് ആകുന്നത് ഇവൻ ഇക്വലന്റ് ആണ്. സോ ടോട്ടൽ മൊമെന്റം 0 കിട്ടി. ടോട്ടൽ മൊമെന്റം 0 എന്ന് പറഞ്ഞാൽ mv 0 ആണ്. ഓർ മാസ് ഒരിക്കലും 0 ആവുന്നില്ല, വെലോസിറ്റി 0 ആണ്. നമ്മളോട് ചോദിച്ചത് കൈനറ്റിക് എനർജി കാണാനാണ്. കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. v 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 0. ഓപ്ഷൻ ഡി വളരെ സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്തു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ജെഇക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പല വിദ്യാർത്ഥികളും ഇതിലുള്ളവരാണ്. സോ നിങ്ങളെ സംബന്ധിച്ച് കീം അത്ര പ്രശ്നമാകത്തില്ല. കീമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അടുത്ത് നോക്കാം. കൺസിഡർ എ വയർ വിത്ത് ഡെൻസിറ്റി d ആൻഡ് സ്ട്രെസ് സിഗ്മ for the same density if the stress increased 2 times the speed of transverse wave along the wire. നമുക്ക് സ്പീഡും സ്ട്രെസ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് v is equal to root of stress divided by density of wire. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡെൻസിറ്റി ഓഫ് വയർ എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ? അതായത് v is equal to റൂട്ട് ഓഫ് സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. കാര്യം സ്ട്രെസ് സിഗ്മ എന്ന് ഡെൻസിറ്റി ഡി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയേ, ക്വസ്റ്റ്യനകത്ത് ഇവർ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സ്ട്രെസ് എത്ര കൂടി? 2 times ഇൻക്രീസ് ചെയ്തു. അപ്പോഴത്തെ വെലോസിറ്റിയെ നമുക്ക് v1 എന്ന് വിളിക്കാം. v1. സോ v1 ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എത്ര ആയിട്ട് മാറി? 2 times സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. അതായത് റൂട്ട് 2 times അല്ലേ? റൂട്ട് 2 പുറത്തേക്ക് ഞാൻ മാറ്റിയാൽ റൂട്ട് 2 times ഇൻറ്റു സിഗ്മ ബൈ ഡി ആയി. സിഗ്മ ബൈ ഡി എന്ന് പറഞ്ഞാൽ v ആണ്. സോ റൂട്ട് 2 times v ആയിട്ട് മാറി. അപ്പൊ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? റൂട്ട് 2 times ഇൻക്രീസ് ചെയ്തു. ഓപ്ഷൻ എ. റൂട്ട് 2 times ഇൻക്രീസ് ചെയ്തു. ഓപ്ഷൻ എ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. എ സോപ്പ് ബബിൾ ഓഫ് റേഡിയൈ 3 mm ആൻഡ് 4 mm കൺഫൈൻഡ് ഇൻ വാക്വം presents isothermally അല്ലേ to form a new bubble. Okay, new bubble. The radius of the bubble formed is okay. നമുക്കറിയാം ഈ കേസിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം പറയാം. അതായത് ന്യൂ ബബിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് സർഫസ് ഏരിയ ഓഫ് ന്യൂ ബബിൾ ഈക്വൽ ടു എന്തെഴുതാം? സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് ബബിൾ പ്ലസ് സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് ബബിളാ. സർഫസ് ഏരിയ ഓഫ് ന്യൂ ബബിളിനെ എ എന്ന് വിളിച്ചാൽ A1-ന്റെയും A2-ന്റെയും കൂടെ സമ്മായിരിക്കും അല്ലേ? ഉറപ്പല്ലേ? സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, സർഫസ് ഏരിയ ഓഫ് ന്യൂ ബബിൾ നമുക്ക് 3 mm അടുത്ത ആൾ 4 mm ആണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ ഓഫ് ബബിൾ കാണാൻ നമുക്കറിയാം എന്താ? 8πr². സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഇവന്റേത് ഞാൻ 8πr² എന്ന് എഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 8π. ഫസ്റ്റ് വണ്ണിന്റെ റേഡിയസ് r1² എന്ന് എടുക്കാം, സെക്കൻഡ് വണ്ണിന്റെ റേഡിയസ് r2 എന്ന് എടുത്താൽ ഇവനെ r2² എന്ന് എടുക്കാം. സോ ഇവിടെ നിന്ന് നമുക്കൊരു റിലേഷൻ കിട്ടുന്നു, r² ഈക്വൽ ടു r1² പ്ലസ് r2². r1 3 mm, r2 എത്രയാ? 4 mm ആണ്. സോ നമുക്ക് എത്ര കിട്ടുന്നു? r² ഈക്വൽ ടു 3² 9 ആണ്, 4² 16 ആണ്. അപ്പൊ അത് 25 എന്ന് വരുന്നു. therefore r ഈക്വൽ ടു 5 mm എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 25 ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. An oscillator circuit contains an inductor
0.05 Henry and capacitor 80 microfarad. Okay, when the maximum voltage across the capacitor is 200 volt, the maximum current in the circuit. Okay, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ആദ്യം എഴുതാം. ഇൻഡക്റ്റൻസ് തന്നിരിക്കുന്നത് 0.05 ആണ്. കപ്പാസിറ്റൻസ് 8 മൈക്രോഫാരഡ്. ഓക്കെ, മാക്സിമം വോൾട്ടേജ് വി മാക്സ് എത്ര തന്നിരിക്കുന്നത് 200 വോൾട്ട് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമം കറണ്ട് ആണ്, മാക്സിമം വോൾട്ടേജ് തന്നിട്ടുണ്ട്. വി മാക്സിന്റെ വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. വി ഈക്വൽ ടു അറ്റ് എനി ടൈം വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഐ എന്ന് പറയുന്നത് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നാണ്. അല്ലേ, പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഡി ക്യൂ ബൈ ഡി ടി, ക്യൂവിന് സി വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സി കോൺസ്റ്റന്റ് പുറത്തെടുത്തു. സി ഇൻറ്റു ഡി വി ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി എന്നാണ്. അല്ലേ, സോ ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി എം കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ ടി ആയി. അല്ലേ, ദിസ് ഈസ് ദി ഐ. ഇനി നമുക്കറിയാവുന്ന ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു 1 ബൈ എൽ സി. അല്ലേ, ഒമേഗ ഈസ് ഈക്വൽ ടു, അല്ലേ, ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി. അല്ലേ, സോ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നത് മാക്സിമം കറണ്ട് അല്ലേ. സോ ഐ ഈസ് ഈക്വൽ ടു വി എം ഇൻറ്റു സി ഇൻറ്റു വി എം ഇൻറ്റു ഈ ഒമേഗയ്ക്ക് വരെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? ഒമേഗ നമ്മൾ പഠിച്ചിട്ടുള്ള റെസൊണൻസിന്റെ കേസിൽ 1 ബൈ റൂട്ട് എൽ സി എന്ന് പഠിച്ചിട്ടുള്ള. അപ്പോൾ വിന് വരെ ഞാൻ 1 ബൈ റൂട്ട് എൽ സി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവിടുന്ന് എനിക്ക് സിയുടെ വാല്യൂ എല്ലാം കട്ട് ചെയ്യാം. ഈ സി കട്ട് ചെയ്താൽ ഇവിടെ ഒരു റൂട്ട് സി എന്ന് കിട്ടും. സോ ഐ ഈക്വൽ ടു എന്ത് കിട്ടും? ഐ ഈസ് ഈക്വൽ ടു വി എം ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ ടി എന്ന് കിട്ടും. മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോസ് 1 ആയിട്ട് മാറണം, കോസ് ഒമേഗ ടി 1 ആയിട്ട് മാറണം. സോ ഐ ഈസ് ഈക്വൽ ടു വി എം എത്രയാണ് നമുക്കറിയാം? 200 ആണ്. സോ വി എം ഈസ് ഈക്വൽ ടു 200, അല്ലേ, ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി. അപ്പൊ റൂട്ട് ഓഫ് സി ബൈ എൽ. സി എത്ര മക്കളെ? സി എന്ന് പറഞ്ഞാൽ 8 മൈക്രോഫാരഡ് ആണ്. അല്ലേ, 8 മൈക്രോഫാരഡ് ഡിവൈഡഡ് ബൈ 0.05 എന്നാണ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്കി കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടുന്ന മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ 8 ആംപിയർ ആണ്. ഒന്നുമില്ല, നമ്മൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അതിൽ നിന്ന് കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ കൊടുത്ത ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാമെങ്കിൽ ബാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ഐ ഈസ് ഈക്വൽ ടു സിംപ്ലി ഡി ക്യൂ ബൈ ഡി ടി എന്ന് കൊടുത്തു, ക്യൂവിന് സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു.